കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രിപ്റ്റിക് ഓർഡറും ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. അതായത് നിലവിലുള്ള ഒരു ഇന്ത്യൻ സാഹചര്യം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു പാരൻറ്റിന് കുട്ടിയുടെ കസ്റ്റഡി ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റേ പാരൻറ്റിന് കുട്ടിയുടെ വിസിറ്റേഷൻ പവറും അതുപോലെ തന്നെ കോണ്ടാക്റ്റ് റൈറ്റും ലഭിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. എന്ന് പറയുകയാണെങ്കിൽ അമ്മയുടെ കൂടെയാണ് കുട്ടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ കസ്റ്റഡി ആരുകയില്ല അമ്മയ്ക്കാണ്. അപ്പോൾ അച്ഛന് ഓട്ടോമാറ്റിക്കായിട്ട് വിസിറ്റേഷൻ റൈറ്റും അതുപോലെ തന്നെ കോണ്ടാക്റ്റ് റൈറ്റും ലഭിക്കും. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുട്ടിയോട് 15 മുതൽ അരമണിക്കൂർ വരെ വീഡിയോ കോൾ ചെയ്യുവാനായിട്ടുള്ള പെർമിഷൻ ലഭിക്കും. അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടിക്ക് സ്കൂളില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് വളരെ അടുത്താണ്, കുട്ടി താമസിക്കുന്ന സ്ഥലവുമായിട്ട് അടുത്താണ് എന്നുണ്ടെങ്കിൽ അച്ഛന് പോയിട്ട് കുട്ടീനെ കാണുവാനോ കുട്ടീനെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനോ ഉള്ള അവസരം ലഭിക്കും. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നൈറ്റ് കസ്റ്റഡിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓണം, ക്രിസ്മസ്, വിഷു പോലെയുള്ള ഹോളിഡേയ്സ് വരുമ്പോൾ മൊത്തം എത്ര ദിവസമാണ് ഹോളിഡേയ്സ് ഉള്ളത് അതിൻ്റെ 50% അച്ഛന് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയില്ലേ? ഇതുപോലെ തന്നെ കുട്ടിയുടെ ബർത്ത്ഡേ, അച്ഛൻ്റെ വീട്ടിലുള്ള മറ്റ് ഫങ്ഷൻസ്, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കുട്ടി പങ്കെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യവും കോടതിയോട് ബോധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കസ്റ്റഡിയും ആർക്കും ലഭിക്കും, അച്ഛന് ലഭിക്കുന്നതായിരിക്കും. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കോടതിയിൽ കേസുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ കുട്ടിയുടെ കസ്റ്റഡിയെ ബാധിക്കാത്ത രീതിയിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇത്രമാത്രം ഓപ്ഷൻസ് സുപ്രീം കോടതിയുടെ പല ഗൈഡ് ലൈൻസുകളിലായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അച്ഛൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു കസ്റ്റഡിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഈ പോയിന്റുകൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് 50% വിസിറ്റേഷൻ റേറ്റ് കിട്ടണം, കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ ഇടപഴകുവാനായിട്ടുള്ള PTA മീറ്റിംഗ് പോലുള്ള സംഭവങ്ങളിൽ ഇടപെടുത്തുവാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ക്ലിയർ കട്ടായിട്ട് കോടതിക്ക് നമ്മൾ ഒരു പെറ്റീഷൻ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി അത് പരിഗണിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി തരും. പക്ഷേ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പേരൻസും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് ഭാര്യനെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ചൈൽഡ് കസ്റ്റഡിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യമുള്ള കാര്യം മാത്രം ആ പെറ്റീഷനിൽ നിങ്ങൾ ഫയൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് ലഭിക്കുന്നതായിരിക്കും. അല്ലാതെ വേറെ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസുമായി, അതായത് എന്താണ് നമ്മുടെ സബ്ജക്റ്റ്, അതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ലഭിക്കില്ല. അപ്പോൾ സുപ്രീം കോടതി ഇത്രയും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസൊക്കെ ഇറക്കിയിട്ടുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്നും പരിഗണിക്കാതെയാണ് കീഴ്ക്കോടതികൾ ഒരു ഉത്തരവ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം, ക്രിപ്റ്റിക് ഓർഡർ എന്നുള്ള പേരിൽ റെപ്രസെൻ്റ് ചെയ്യാം. തീർച്ചയായും നമുക്ക് അതിനെ അപ്പലറ്റ് കോടതികളിൽ അപ്പീലായിട്ടോ അല്ലെങ്കിൽ റിവിഷനായിട്ടോ പോയി അനുകൂലമായിട്ടുള്ള വിധി നമുക്ക് സമ്പാദിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ആവശ്യത്തിനാണോ കോടതിയിൽ പോകുന്നത് ആ ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആ പെറ്റീഷനിൽ എഴുതി ചേർക്കുവാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.